സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു സ്കൂൾ തെരഞ്ഞെടുപ്പിനെക്കുറിച്ചാണ്. തുറക്കൽ HMS AUP സ്കൂളിലെ കാര്യമാണ്. അതെ. ഈ വരുന്ന ജൂലൈ 21 തിങ്കളാഴ്ച അവിടെ സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ നടക്കുവാണല്ലേ? അതെ, കറക്റ്റ്. ഹെഡ്മാസ്റ്റർ അഹമ്മദ് സലീം സർ ആ വിജ്ഞാപനമൊക്കെ പുറപ്പെടുവിച്ചതോടെ സ്കൂളിലൊരു പ്രത്യേക അന്തരീക്ഷമായിട്ടുണ്ടാവും അല്ലേ? തീർച്ചയായും. ആ വിജ്ഞാപനത്തിൽ തന്നെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങൾ പറഞ്ഞ ആ നോട്ട്സിലുള്ള പോലെ സ്ഥാനാർത്ഥികൾക്ക് പാലിക്കാൻ ചില പെരുമാറ്റച്ചട്ടങ്ങളുണ്ട്. ഓഹോ. പിന്നെ പ്രചാരണ രീതികളെക്കുറിച്ചും വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഇത് വെറുമൊരു അറിയിപ്പല്ല. അല്ല. ജനാധിപത്യത്തിന്റെ നിയമവശങ്ങൾ കുട്ടികൾക്ക് പരിചയപ്പെടുത്താനുള്ള ഒരു ശ്രമം കൂടിയാണ് ശരിക്കും. ശരിയാണ്. വെറുമൊരു അനൗൺസ്മെന്റ് എന്നതിലുപരി ഒരു മിനി ഇലക്ഷൻ കമ്മീഷൻ ഗൈഡ് ലൈൻ പോലെ തോന്നുന്നു. ഏകദേശം അതെ. അപ്പോ വിജ്ഞാപനം തന്നു, കുട്ടികൾ മത്സരരംഗത്തേക്കിറങ്ങി, 2 പ്രധാന പാർട്ടികളുണ്ടെന്ന്, അതോടൊപ്പം കുറച്ച് സ്വതന്ത്ര സ്ഥാനാർത്ഥികളും. അപ്പം മത്സരം എങ്ങനെയാണ്? കാര്യങ്ങൾ നല്ല ചൂടിലാണോ? അതെ. പ്രചാരണം വളരെ സജീവമാണെന്നാണ് മനസ്സിലാവുന്നത്. നിങ്ങൾ സൂചിപ്പിച്ചില്ലേ നേരത്തെ, ക്ലാസ്സിൽ കയറിയിറങ്ങിയുള്ള വോട്ടുപിടുത്തം. അതുമാത്രമല്ല, ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞ് ഓരോ ക്ലാസ്സിലും പോകുന്നു. എന്നിട്ട് അവരുടെ നയങ്ങൾ പറയുന്നു, പിന്നെ വാഗ്ദാനങ്ങൾ കൊടുക്കുന്നു. കൊള്ളാലോ. ചിലയിടത്ത് ചെറിയ നോട്ടീസുകളൊക്കെ കൊടുക്കുന്നതായും പറയുന്നുണ്ട്. അപ്പോ ഒരു ശരിക്കുള്ള തിരഞ്ഞെടുപ്പിന്റെ എല്ലാ ചേരുവകളും ഉണ്ട് അവിടെ. നോട്ടീസുകൾ വരെ ഇറക്കുന്നു. അവിടെയാണ് സംഭവം രസകരമാവുന്നത്. ഈ പ്രധാന പാർട്ടികളും സ്വതന്ത്രരും തമ്മിലുള്ളൊരു മത്സരം. പാർട്ടികൾ കുറച്ചുകൂടി ഓർഗനൈസ്ഡ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. സ്വാഭാവികം. അതേസമയം സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ കൂടുതൽ പേഴ്സണൽ കോണ്ടാക്ട്സ്, പിന്നെ ഫ്രണ്ട്സ് സർക്കിൾ, അതിനൊക്കെയാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഓക്കെ. ഓരോരുത്തരും അവരവരുടെ രീതിയിൽ വോട്ടർമാരെ, അതായത് മറ്റു കുട്ടികളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു. പാർട്ടികൾ ചിലപ്പോൾ കുറച്ചുകൂടി പൊതുവായ കാര്യങ്ങൾ പറയും, സ്കൂളിലെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ. അതെ. പക്ഷെ സ്വതന്ത്രർ ചിലപ്പോൾ കുറച്ചുകൂടി വ്യക്തിപരമായ വിഷയങ്ങൾ, അല്ലെങ്കിൽ അവരുടെ സ്വന്തം കഴിവുകൾ, അതൊക്കെ ഉയർത്തിക്കാട്ടിയാവും വോട്ട് ചോദിക്കുന്നത്. അങ്ങനെയാണ് തോന്നുന്നത്. അപ്പോൾ സ്ട്രാറ്റജി അവിടെയും പ്രധാനമാണ്. ഈ സ്കൂളിലെ തെരഞ്ഞെടുപ്പ് അന്തരീക്ഷം നമ്മൾ ഈ കാണുന്ന വലിയ തെരഞ്ഞെടുപ്പുകളുമായിട്ട് എങ്ങനെയാണ് താരതമ്യം ചെയ്യാൻ പറ്റുക? എന്തെങ്കിലും സമാനതകൾ, വ്യത്യാസങ്ങൾ? ഏറ്റവും പ്രധാന സമാനത ജനാധിപത്യ പ്രക്രിയയുടെ ആ ബേസിക് കാര്യങ്ങൾ, ആ തത്വങ്ങൾ ഇവിടെയും ഉണ്ട് എന്നതാണ്. ഉണ്ട്. സ്ഥാനാർത്ഥികൾ, പാർട്ടികൾ, പ്രചാരണം, വോട്ടിംഗ് റിസൾട്ട് എല്ലാം ഒരുപോലെ. ആ ഒരു ഘടനയുണ്ട്. പക്ഷെ വ്യത്യാസങ്ങളുമുണ്ട്. ഇവിടെ ഈ പ്രചാരണത്തില് പൈസയുടെ വലിയ കളികളോ അല്ലെങ്കിൽ വ്യക്തിഹത്യയോ അതിനൊന്നും വലിയ സ്ഥാനമില്ല. ഉണ്ടാവാൻ സാധ്യത കുറവാണ്. പ്രത്യേകിച്ചും ഹെഡ്മാസ്റ്ററുടെ വിജ്ഞാപനത്തിൽ തന്നെ അതിന് നിയന്ത്രണം വെച്ചിട്ടുണ്ടാവാം. അപ്പോ ആശയങ്ങൾക്കും വ്യക്തിപരമായ കഴിവിനുമാണ് കൂടുതൽ ഊന്നൽ എന്ന് കരുതാം. അതൊരു നല്ല കാര്യമാണ്. ഇതൊരു പ്രാക്ടിക്കൽ പഠനക്കലരിയാണ് ശരിക്കും. എക്സ്പീരിയൻസ് ലേണിംഗ്. അതെ. ഒരു ആശയം എങ്ങനെ അവതരിപ്പിക്കണം, മറ്റുള്ളവരെ എങ്ങനെ കേൾക്കണം, പിന്നെ ഒരു ടീമായിട്ട് എങ്ങനെ വർക്ക് ചെയ്യണം, ലീഡർഷിപ്പ് ക്വാളിറ്റി എങ്ങനെ വളർത്താം, നിയമങ്ങൾ പാലിക്കേണ്ടതിന്റെ ആവശ്യം. തീർച്ചയായും നിയമങ്ങൾ പാലിക്കേണ്ടതിന്റെ പ്രാധാന്യം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവരിതിലൂടെ അറിയാതെ പഠിക്കുന്നുണ്ട്. ഇത് അവരുടെ ഒരു കോൺഫിഡൻസ് കൂട്ടാനും സഹായിക്കും. സാമൂഹികമായ കഴിവുകളും ഡെവലപ്പാവും. ശരിയാണ്. മത്സരത്തിനപ്പുറം ഒരു വ്യക്തിത്വ വികസനത്തിനുള്ള വേദി. തീർച്ചയായും. ഇവിടെ നമ്മൾ ഒന്നുകൂടി ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണത്? നിങ്ങൾ ഈ പങ്കുവെച്ച വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ HMS AUP സ്കൂളിലെ കുട്ടികളിപ്പോൾ വളരെ ആക്റ്റീവായി പ്രചാരണത്തിലാണ്. അതെ, തിരക്കിലാണ്. വോട്ട് ചോദിക്കുന്നു,